ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ്, വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്, അത് ഞാൻ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാ, ആദ്യം പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിനായ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം റൈസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിലോട്ട് ആദ്യം ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 10 സെക്കൻഡ് സോട്ട് ചെയ്തതിന് ശേഷം ഒണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒണിയനും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായ വെജീസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ബീൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീൻസും ഒരു 10-15 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിനായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ക്യാരറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് നമുക്കിതിൽ ഇടാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി അടുത്തത് ക്യാബേജ് ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് 10 സെക്കൻഡോളം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് റൈസിന് നമുക്ക് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഞാനിവിടെ ചേർക്കുന്നില്ല, അതിന് പകരമാണ് ഞാനിവിടെ കുരുമുളക് ആഡ് ചെയ്യുന്നത്. അതിട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മളെ പകുതി പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ലെമൺ ജ്യൂസ് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ വെജീസ് എല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി കുക്ക് ചെയ്ത് വെച്ച റൈസ് നമ്മൾ ലെയർ ചെയ്താൽ മാത്രം മതി. ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക, അതിലോട്ട് നെയ്യിട്ട് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച വെജീസ്, അടുത്തത് പിന്നെ കുക്ക് ചെയ്ത റൈസ് ഒന്ന് ഒരുപാടിട്ട് ഇളക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ ഈ അരി ഒന്ന് പൊട്ടിപ്പോവാതെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ എനിക്ക് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാനൊന്ന് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പാത്രം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടാണ് ഞാനൊന്ന് പതുക്കെ ഒന്ന് തട്ടി എന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ടും റൈസൻസും ഇട്ട് നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ഈസി ആയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. Thanks for watching.